ഒരു വെഡിങ് ഫോട്ടോഗ്രാഫർ ആയി കഴിഞ്ഞാൽ ലക്ഷങ്ങളാണ് വരുമാനം. ഹായ് മച്ചന്മാരെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ തമ്പനയിൽ കണ്ടു വന്നതുപോലെ തന്നെ എന്റെ ഈ ഫോട്ടോഗ്രാഫി കരിയർ കൊണ്ട് ഞാൻ എന്തോരം വരുമാനം ഏൺ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത്, നമ്മുടെ പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കല്ല്. നമുക്ക് 65,000 സബ്സ്ക്രൈബേഴ്സ് യൂട്യൂബിൽ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ എന്നാലും നമ്മുടെ വീഡിയോസിലെ നോട്ടിഫിക്കേഷൻ ഒത്തിരി പേര് ഇപ്പോഴും ഓൺ ആക്കിയിട്ടില്ല. കാരണം നമ്മുടെ ഓൾറെഡി പഴയൊരു ചാനലായിരുന്നു. അപ്പോൾ നമ്മൾ അതിനകത്ത് വീണ്ടും റിഫ്രഷ് ആയിട്ട് പുതിയ കണ്ടന്റും കാര്യങ്ങളും കിട്ടിയിട്ട് വരുവാണ്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. യൂട്യൂബ് കണ്ടന്റ്, ഷോർട്ട് ഫിലിം ചെയ്യുക, ഡയറക്ഷൻ ചെയ്യുക, സിനിമയിൽ അഭിനയിക്കുക, സ്വപ്നങ്ങളൊക്കെ കണ്ടിട്ടാണ് ഞാൻ ഈ ഒരു സത്യം പറഞ്ഞ ഈ ഒരു മീഡിയ ഫീൽഡിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത്. പക്ഷേ അതിൽ നിന്ന് എപ്പോഴൊക്കെയാണ് എനിക്ക് ക്യാമറയോടുള്ള എൻ്റെ ഒരു പാഷൻ ഞാൻ തിരിച്ചറിയുന്നതും ഞാൻ അത് പിന്നെ എൻ്റെ ഈ ഒരു കരിയർ ആക്കി മാറ്റുകയും ചെയ്തത്. അതിനുശേഷമാണ് ഞാൻ ഈ ഒരു വെഡിങ് കമ്പനിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതും ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങിയൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഇപ്പൊ ഏകദേശം ഞാൻ 5 വർഷം നമ്മൾ ഇപ്പം വെഡിങ് വർക്കും അല്ലെങ്കിൽ ഞാൻ ക്യാമറ ഉപയോഗിച്ച് ഏണിങ്സ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏകദേശം ഇപ്പം 5 വർഷം. അപ്പൊ നമ്മുടെ ഇന്നത്തെ കണ്ടന്റ് എന്ന് പറയുന്നത് റവന്യൂ ആണ്. ശരിക്കും പുതുതായിട്ട് ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങാനായിട്ട് ഒത്തിരി പേര് നിൽപ്പുണ്ട്. കാര്യം കൊറോണയ്ക്ക് ശേഷം സോഷ്യൽ മീഡിയ ഇത്രയധികം ആക്റ്റീവ് ആയി കഴിഞ്ഞിട്ട് ഒരുപാട് പേരാണ് ഒരുപാട് ഫോട്ടോഗ്രാഫേഴ്സ് ഈ ഒരു ഫീൽഡിലേക്ക് വന്നിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, അത്യാവശ്യം റീച്ച് ആയിട്ട് നിൽക്കുന്ന ഒട്ടുമിക്ക ഫോട്ടോഗ്രാഫേഴ്സ് എല്ലാം തന്നെ വളരെ ചെറിയ പ്രായത്തിലെ പിള്ളേരായിരിക്കും. ഒത്തിരി ലെജൻഡ് ആയിട്ടുള്ള ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്, ശരിയാണ്. എന്നാലും ഒത്തിരി അടിപൊളിയായിട്ട് നിൽക്കുന്ന എനിക്കറിയാവുന്ന എൻ്റെ സുഹൃത്തുക്കൾ തന്നെ ഒത്തിരി പേരുണ്ട്. നല്ല കിഡിലൻ ടാലന്റഡ് ആയിട്ടുള്ള ഫോട്ടോഗ്രാഫേഴ്സ്. പണ്ടുള്ളവർക്ക് കിട്ടാത്തൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു ആ ഒരു സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന സംഭവം. ഇപ്പം ഈ കുട്ടികൾക്ക്, ഈ പിള്ളേർക്ക്, അല്ലെങ്കിൽ എന്നോടൊപ്പം തന്നെ വന്നവർക്കും അല്ലെങ്കിൽ ഞാൻ ശേഷം വന്നവർക്കും എല്ലാവർക്കും സോഷ്യൽ മീഡിയ എന്നൊരു പ്ലാറ്റ്ഫോം വഴി തന്റെ കഴിവുകൾ കാണിക്കാനും അത് കണ്ട് ഇഷ്ടപ്പെട്ടവർക്ക് അവരെ നേരിട്ട് ഹയർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇപ്പം അവർക്ക് അങ്ങനെ ഒരു സാധ്യത ഉണ്ട്. വളരെ പെട്ടെന്നാണ് ഇപ്പോൾ ഒരു ഫോട്ടോഗ്രാഫറായിട്ട് എസ്റ്റാബ്ലിഷ് ആവുക അല്ലെങ്കിൽ ഒരു വർക്കുകൾ കിട്ടുക എന്നുള്ളൊരു സംഭവം എന്ന് പറയുന്നത് ഇപ്പം വളരെ നിസ്സാരം ഞാൻ പറയില്ല. കാര്യം അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. എന്നാലും പഴയ ആൾക്കാരെ പോലെ ഈ കൊറോണയ്ക്ക് മുമ്പത്തെ ഒരു സാഹചര്യം പോലെ അല്ല, ഇപ്പൊ വളരെ കുറച്ചുകൂടെ ഈസിയാണ് സംഭവം. ഒരു കാര്യം ഞാൻ സത്യസന്ധമായിട്ട് പറയാം, ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്ന ഒരാൾക്ക് മറ്റ് ഏത് കോർപ്പറേറ്റിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും, അതായത് ഒരു കോർപ്പറേറ്റിൽ നമുക്കൊരു 1 ലക്ഷം രൂപ സാലറി മേടിക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു 50,000 സാലറി മേടിക്കണമെങ്കിൽ അവൻ 4 വർഷം ഡിഗ്രി പഠിച്ചിരിക്കണം, അത് കഴിഞ്ഞൊരു PG ഉണ്ടായിരിക്കണം, അവർ ഡിമാൻഡ് ചെയ്യുന്ന കോഴ്സ് പാസ്സായിരിക്കണം. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതൊന്നുമില്ലാതെ നമ്മുടെ കഴിവ് വെച്ച് നമുക്ക് ഒരു വെഡിങ് ഫോട്ടോഗ്രാഫർ ആയി കഴിഞ്ഞാൽ ലക്ഷങ്ങളാണ് വരുമാനം. അത് ഞാൻ സത്യസന്ധമായി തന്നെ പറയാം. ലക്ഷങ്ങൾ എന്ന് ഞാൻ പറഞ്ഞത് 50 ലക്ഷം, 30 ലക്ഷം, 40 ലക്ഷം അങ്ങനല്ല. എറൗണ്ട് ഒരു 1 ലാക്ക് അല്ലെങ്കിൽ ഒരു 1 ലാക്കിനടുത്ത് നമുക്ക് ഒരു മാസം ഏൺ ചെയ്യാനായിട്ട് പറ്റും. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം സീസൺ ടൈം ആണിത്. ഈ ഒരു ജോലി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡ്, ഈ ഒരു കരിയർ എന്ന് പറയുന്നത് ഇറ്റ്സ് ഡിപ്പെൻഡ് ഓൺ സീസൺ. ഈ വെഡിങ്ങിന് ഓരോരോ മാസങ്ങളുണ്ട്. വെഡിങ് ഇല്ലാത്ത മാസങ്ങൾ നമുക്ക് ഓഫ് സീസൺ ആണ്. ഓഫ് സീസണിൽ നമുക്ക് ഈ റവന്യൂ ഒരിക്കലും കിട്ടില്ല. പക്ഷെ എന്നിരുന്നാലും നോർമൽ ഒരു ജോലി ആഗ്രഹിച്ച ഒരു ചെറുപ്പക്കാരന് ഒരു വെഡിങ് ഫോട്ടോഗ്രാഫർ ആവാൻ ടാലന്റ് ഉള്ളൊരു പയ്യനാണെന്നുണ്ടെങ്കിൽ, അവൻ അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവന് മാസം ഈ ഒരു എമൗണ്ട്, ഞാൻ ഈ പറഞ്ഞ ഈ ഒരു എമൗണ്ട് ഉറപ്പായിട്ടും അവൻ ഏൺ ചെയ്യാനായിട്ട് പറ്റിയിരിക്കും. പിന്നെ എനിക്ക് പറയാനുള്ളത് ഈ മാതാപിതാക്കളോടൊക്കെയാണ്. കാര്യം, നിങ്ങളുടെ മക്കൾക്ക് ഈ ഒരു ഫോട്ടോഗ്രാഫി ഒരു കഴിവുണ്ട്, അല്ലെങ്കിൽ അവൻ ഫോട്ടോ എടുക്കും, അവനൊരു ക്യാമറ മേടിച്ച് താന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ഒന്ന് മേടിച്ച് കൊടുക്കണം. അറിയാൻ പറ്റുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾ അതിനൊക്കെ സപ്പോർട്ട് ചെയ്ത് വിടുവാണെന്നുണ്ടെങ്കിൽ ഓപ്പർച്യൂണിറ്റി അറിയിച്ചാൽ എനിക്ക് വന്നൊരു മെസ്സേജ് ഞാൻ പറയുവാണ്, എന്റെ മോനും ഒരു ഫോട്ടോഗ്രാഫർ ആവണം എന്നാണ് ആഗ്രഹം. ഞാൻ കുറേയൊക്കെ അവനെ പറഞ്ഞ് പിന്തിരിപ്പിക്കാനായിട്ട് ശ്രമിച്ചു. കാര്യം അവർക്ക് ആഗ്രഹം വേറെ ഒരു സർക്കാർ ജോലി മേടിക്കണമെന്നും അല്ലെങ്കിൽ സർക്കാർ ജോലിക്കാരനാവണമെന്നും അല്ലെങ്കിൽ ഒരു എഞ്ചിനീയറോ ഡോക്ടറൊക്കെ ആവണമെന്നാണ് അവരുടെ ആഗ്രഹം. പക്ഷെ അവൻ ഒട്ടും വഴങ്ങുന്നില്ല മോനെ. അവൻ ഇത് തന്നെ മതി എന്ന് പറഞ്ഞാണ് നിൽക്കുന്നത്. ഇപ്പൊ +2 കഴിഞ്ഞ് ഞാൻ അവനെ എന്ത് കോഴ്സിന് വിടണം, എവിടെ വിടണം, മോൻ എനിക്കൊന്ന് പറഞ്ഞു തരാമോ എന്ന് ആ അമ്മ എന്നോട് ചോദിച്ചു. ഈ ഒരു കഴിവും ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഒക്കെ മനസ്സിലാക്കി ധാരാളം ഇതുപോലെ ഫോട്ടോഗ്രാഫി കോഴ്സുകൾ പഠിപ്പിക്കുന്ന കോളേജുകളും ധാരാളം സ്ഥാപനങ്ങളെല്ലാം ഇപ്പോൾ ഉണ്ട്. അപ്പോൾ അതുപോലുള്ള ആഗ്രഹങ്ങളൊക്കെ കൊണ്ടു നടക്കുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് വളർത്താൻ വേണ്ട എല്ലാവിധ സാഹചര്യങ്ങളും ഇന്ന് നമ്മുടെ സൊസൈറ്റിയിൽ അവൈലബിൾ ആണ്. നമ്മൾ ഏതൊരു കാര്യത്തിന് വേണ്ടിയാണോ ഇത്രയധികം എഫേർട്ട് ഇടുന്നോ അതിന് ഉറപ്പായിട്ടും ഒരു ദിവസം റിസൾട്ട് ഉണ്ടായിരിക്കും.
അതങ്ങനെയാണ്. അപ്പം ഈ ഒരു ഫീൽഡിലേക്ക് വരാൻ പോകുന്നതോടെ എനിക്ക് പറയാനുള്ളത്, ഉറപ്പായിട്ടും കുറച്ച് നാൾ വർക്ക് ചെയ്ത് കഴിഞ്ഞ് വിട്ട് കളയരുത്. നിങ്ങൾ നിങ്ങളുടെ കഴിവുകൾ കണ്ടെത്തുക. അതിപ്പോൾ ഈ വെഡിങ് ഫീൽഡ് എന്ന് മാത്രമല്ല, ക്യാമറ നമ്മുടെ കയ്യിരിക്കുന്ന ക്യാമറയാണ്. അത് വെച്ച് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. ആ ഒരു ഓപ്പർച്യൂണിറ്റിയും കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക, മനസ്സിലാക്കുക. എന്നെ കൊണ്ട് പറ്റാവുന്ന സഹായങ്ങളൊക്കെ ഞാൻ ചെയ്തു തരാം. നമ്പറും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കാണും. അപ്പം നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് തോന്നിയെങ്കിൽ, വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. പിന്നെ ഇതുപോലെ ഈ ഒരു ഫീൽഡ് ഇഷ്ടപ്പെട്ട് നടക്കുന്ന നിങ്ങളുടെ കൂട്ടുകാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ അവർക്കൊന്ന് അയച്ചു കൊടുക്കണം. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ടാറ്റാ.